കേരളത്തിൽ നിന്നുള്ള മെഡിക്കൽ മാലിന്യം തിരുനെൽവേലിക്കപ്പുറം കൊണ്ടുപോയി തള്ളി. കേരളത്തിലെ പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലുള്ള മെഡിക്കൽ മാലിന്യങ്ങളാണ് തിരുനെൽവേലിക്കപ്പുറത്ത് 28 കിലോമീറ്റർ അകലത്തെ 3 ഗ്രാമങ്ങളിൽ നടുകല്ലൂര്, സീത, പരപ്പനല്ലൂര്, കൊണ്ടാനഗരം എന്നീ 3 ഗ്രാമങ്ങളിൽ കൊണ്ടുപോയി തള്ളിയിരിക്കുകയാണ്. ഇതിനെ സംബന്ധിക്കുന്ന 5 FIRകൾ അവിടെ എടുത്തിട്ടുണ്ട്. കേരളത്തിലെ ഉദ്യോഗസ്ഥരും കേരളത്തിലുള്ളവരും പ്രതികളായിട്ട് 5 കേസുകൾ അവിടെ എടുത്തിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് ഗ്രീൻ ട്രിബ്യൂണലിൽ മദ്രാസിൽ ആ ട്രിബ്യൂണൽ ബെഞ്ചിൽ ഒരു വിധി ഉണ്ടായി. ആ വിധി അനുസരിച്ച് ആ മാലിന്യം അവിടുന്ന് നീക്കം ചെയ്യണം. അത് നമുക്കറിയാം, ഗ്രീൻ ട്രിബ്യൂണൽ ഡൽഹിയിലാണ്. അത് സുപ്രീം കോടതി പോലെ തന്നെ അതേ രീതിയിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ എൻവയോൺമെന്റ് മാലിന്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി മാത്രമാണത് ഗ്രീൻ ട്രിബ്യൂണൽ. അതിന് അവിടെ കേസ് ഫയൽ ചെയ്തിൽ വിധി വന്നാൽ അപ്പീല് സുപ്രീം കോടതി മാത്രമേ ഉള്ളൂ. അതിൻ്റെ റീജിയണൽ ഓഫീസാണ്, റീജിയണൽ കോടതിയാണ് മദ്രാസിലുള്ളത്. ആ കോടതിയിലാണ് ഉത്തരവ്. കോടതി ഇതിനെ നടപടിയെടുക്കണമെന്നും ആ മാലിന്യം അവിടുന്ന് നീക്കണമെന്നും അങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അത് കേരള ഗവൺമെൻറ് ഇതിന് കേരളത്തിലുള്ള ഉത്തരവാദപ്പെട്ട അംഗങ്ങൾ അത് അവിടുന്ന് മാറ്റണം. നമ്മൾ ഈ മെഡിക്കൽ മാലിന്യം എന്താണ് എന്ന് നോക്കണം. അതേപ്പറ്റി ഒരു വിവരം ഉണ്ടാകണം. ഒന്ന്, ഒരു 4 വിധത്തിലാണ് മെഡിക്കൽ മാലിന്യങ്ങൾ ഈ വെളിയിലോട്ട് പുറന്തള്ളുന്നത്. അത് 4 തരത്തിലാണ്. മെഡിക്കൽ മാനേജ്മെന്റ് റൂൾസ് 2016 അനുസരിച്ചാണ് ഈ ബയോമെഡിക്കൽ മാലിന്യം തട്ടുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിനകത്താണ് അവരാണ് നടപടി എടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ തള്ളിയിരിക്കുന്ന മാലിന്യങ്ങൾ ഈ 3 ഗ്രാമങ്ങളിൽ, നാഗർകോവിൽ കഴിഞ്ഞ് തിരുനെൽവേലിക്കപ്പുറം 28 കിലോമീറ്റർ പോയി കഴിഞ്ഞിട്ടാണ് തള്ളിയിരിക്കുന്നത്. ഈ ട്രിബ്യൂണലിന്റെ, മദ്രാസ് ട്രിബ്യൂണലിന്റെ, ഗ്രീൻ ട്രിബ്യൂണലിന്റെ ഈ വിധി വന്ന ശേഷം ആ മാലിന്യം അവിടെ ആരോ കുറേയൊക്കെ കത്തിച്ചിരിക്കുന്നു. അത് നീക്കം ചെയ്യാനുള്ള നടപടികളും അവിടെ തുടങ്ങിയിരിക്കും. പക്ഷെ അങ്ങനെയല്ല കോടതിയുടെ വിധി. കോടതിയുടെ വിധി അതേപടി അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പ്രത്യേകിച്ച് ഗ്രീൻ ട്രിബ്യൂണലിന്റെ അവിടെ എങ്ങനെയാണ് ആ പ്രകൃതി ഇരുന്ന് അതേപടി റെസ്റ്റോർ ചെയ്യണം. ആ മാലിന്യം അവിടുന്ന് നീക്കം ചെയ്യണം. അത് തന്നെയല്ല, മാലിന്യം നിക്ഷേപിച്ചവർക്ക് പെനാൽറ്റി അടിക്കും കോടതി. ഇനീഷ്യലായിട്ട് ഇപ്പം കോടതി ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നത് തിരുനെൽവേലി കളക്ടർക്കാണ്. അതിന്റെ കൺസേൺഡ് ആൾക്കാരെ വിളിച്ചു വരുത്തണം, നടപടിയെടുക്കണം, മെഡിക്കൽ മാലിന്യം അവിടുന്ന് മാറണം. അപ്പൊ ആ മെഡിക്കൽ മാലിന്യം എന്തൊക്കെയാണ്? ഒന്ന്, ഇൻഫെക്ഷ്യസ് വേസ്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ രോഗം പരത്തുന്ന മെഡിക്കൽ കോളേജിലും മറ്റു ഹോസ്പിറ്റലുകളിലും തള്ളുന്ന വേസ്റ്റുകൾ. അതിനകത്ത് സാധാരണഗതിയിൽ രക്തം പറ്റിയ തുണി, രക്തം പറ്റിയ പഞ്ഞികൾ, അത് ഗ്ലൗസ്, കോട്ടൺ ഗോജ്, നമുക്കറിയാം കൈയും കാലും ഒക്കെ കെട്ടുന്ന തുണികൾ. അതുപോലെ തന്നെ നമ്മുടെ ഓരോ മെഡിക്കൽ കോളേജിലും ഹോസ്പിറ്റലുകളും, ചെറിയ ഹോസ്പിറ്റലായാലും വലിയ ഹോസ്പിറ്റലായാലും, അവിടെ നിന്ന് നമ്മുടെ പുഴു അടിച്ച ശരീരഭാഗങ്ങൾ അവിടെ പഞ്ഞി ഉപയോഗിച്ചും തുണി ഉപയോഗിച്ചും കഴുകി വൃത്തിയാക്കുന്ന വേസ്റ്റുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങൾ വരുന്ന, അത് ക്യാൻസർ ഉള്ളവരെയായിട്ടും എയ്ഡ്സ് ഉള്ളവരുടെയൊക്കെ ഇതുപോലെ വേസ്റ്റ് തള്ളും. ഇതെല്ലാം ഒന്നിച്ച് വേസ്റ്റ് ആയിട്ടാണ് വരുന്നത്. ഇത് ഇൻഫെക്ഷൻ നമുക്ക് പകർത്തുന്നതാണ്, രോഗം പകർത്തും. ഇതുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടാകുകയും ഇതിൻ്റെ മലിനജലം നമ്മൾ കഴിക്കുകയോ പിടിക്കുകയോ ഇതുമായിട്ട് ടച്ച് ഉണ്ടാകുകയോ അങ്ങനെയൊക്കെ ഇതിൻ്റെ അന്തരീക്ഷത്തിൽ നമ്മൾ ജീവിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ രോഗങ്ങൾ പിടിപെടുന്നതുകൊണ്ടാണ് ഇത് കൃത്യമായി ബയോമെഡിക്കൽ മാലിന്യം എങ്ങനെയാണ് മൂടേണ്ടത്, പൊതുജനങ്ങൾക്ക് ഉപദ്രവം ഇല്ലാതെ മൂടേണ്ട എങ്ങനെയാണെന്ന് ആ നിയമത്തിനകത്ത്, റൂൾസിനകത്ത് 2016 കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇൻഫെക്ഷൻസ്, രോഗം പകർത്തുന്ന ഇതുപോലുള്ള സാധനങ്ങൾ കൃത്യമായിട്ട് മൂടേണ്ട എങ്ങനെയാണ്. പിന്നെ ഷാർപ്പ് മോനകൾ, അത് നമുക്കറിയാം. സൂചി, ഒരു ദിവസം 10,000 ലക്ഷക്കണക്കിന് സൂചി ആയിരിക്കും തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഉപയോഗിക്കുന്നത്. കാരണം ചെറിയ ഹോസ്പിറ്റലായാലും വലിയ ഹോസ്പിറ്റലായാലും ഇഞ്ചക്ഷൻ എടുക്കുന്ന എല്ലാ സൂചി, അത് ഷാർപ്പ് എൻഡാണ്. സൂചിയുണ്ട്, അതിൽ ബ്രോക്കൺ ഗ്ലാസ് ഉണ്ടാവും, അതിൻ്റെ ആംബ്യൂൾ വരുന്ന കുപ്പി ഉണ്ടാവും, അതുപോലെ തന്നെ
ഒഴിഞ്ഞ സിറിഞ്ച് ഉണ്ടാവും, ബ്ലേഡ് ഉണ്ടാവും, മുറിവുകൾ, കീറുന്ന ബ്ലേഡ്, ചെറിയ കത്തി പോലെ ഐറ്റങ്ങൾ, ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതെല്ലാം കളയുന്ന സാധനങ്ങൾ, അങ്ങനത്തെ ഒരു ഷാർപ്പ് എൻഡുള്ള സാധനങ്ങൾ അത് വളരെയധികം ഉണ്ടാവും. അത് ഒരു ജില്ലയിൽ ടണ്ണ് കണക്കിനുണ്ടാവും ഒരു ദിവസം. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ രണ്ടാമത്തെ കാര്യങ്ങളാണ് ഷാർപ്സ് ആയ കാര്യങ്ങൾ. മൂന്നാമത് പത്തോളജിക്കൽ വേസ്റ്റ് ആണ്. അത് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ നടുങ്ങിപ്പോവും. കാരണം മെഡിക്കൽ കോളേജിലും ഓരോ വലിയ ഹോസ്പിറ്റലിലും ഒരു ദിവസം 10, 30, 40 പേരുടെ കാലുകൾ മുറിക്കും, കൈകൾ മുറിക്കും. അത് ഷുഗർ ഉള്ളവര് ആംബ്യൂട്ട് ചെയ്ത് കളയുന്നത്, ട്രാഫിക് ആക്സിഡന്റ് ഉണ്ടാകുമ്പം പിന്നെ ആ കാലും കൈയും ഉപയോഗിക്കാൻ പറ്റാത്ത ഏരിയകൾ, അതെല്ലാം മുറിച്ച് കളയുന്ന ഈ വേസ്റ്റ് അത് പത്തോളജിക്കൽ വേസ്റ്റ് ആണ്. അത് അത് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ പട്ടി മറ്റു മൃഗങ്ങളൊക്കെ മനുഷ്യന്റെ ഈ ശരീരങ്ങൾ വലിച്ചു കൊണ്ടുപോയ സംഭവങ്ങളുണ്ട്. ഞാൻ മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ SA ആയിരിക്കുമ്പോൾ അവിടെ ഇതുപോലെയുള്ള പത്തോളജിക്കൽ വേസ്റ്റുകൾ കൂട്ടിയിട്ട് മെഡിക്കൽ കോളേജിന്റെ പുറകിൽ അവിടുന്ന് അങ്ങനെ ഇരിക്കും ചില കാലും കയ്യും ഒക്കെ വലിച്ച് പട്ടികൾ വലിച്ച് അത് റോഡിന്റെ സൈഡിലും അവിടുന്ന് 1 കിലോമീറ്റർ അകലെയൊക്കെ കൊണ്ടിട്ട് അതിന് ഞാൻ കേസെടുത്തിട്ടുണ്ട്. അപ്പൊ അത് പത്തോളജിക്കൽ വേസ്റ്റ്, മനുഷ്യന്റെ ശരീരത്തിലുള്ള അസ്ഥികൾ സെപ്പറേറ്റ് ചെയ്ത് മുറിച്ചു മാറ്റുന്നത്, അതും നമുക്ക് കൃത്യമായിട്ട് അതും നമ്മൾ റിമൂവ് ചെയ്ത് അതും ആ രോഗം പകരാതിരിക്കാനും അതിൽ നിന്നും മറ്റ് മൃഗങ്ങൾ അത് ഉപയോഗിക്കാതെ ഇരിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, മുറിച്ചു മാറ്റുന്ന അവയവങ്ങൾ നമ്മൾ ഇതുപോലെ മാലിന്യം എവിടെയൊക്കെയാണ് നിക്ഷേപിച്ച് നമ്മൾ അത് ബേൺ ചെയ്ത് കളയുന്നത്, അതുപോലുള്ള പ്രവൃത്തികൾ ഉണ്ടാക്കണം. പത്തോളജിക്കൽ വേസ്റ്റ്. ഇനിയുണ്ട് ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ്. മെഡിക്കൽ കോളേജിലും ഹോസ്പിറ്റലിലും ചെറിയ ഹോസ്പിറ്റലിലും ആയുർവേദ ഹോസ്പിറ്റലുകളിലും അവിടെ എല്ലാം പത്തോളജിക്കൽ വേസ്റ്റ് ഉണ്ട്. അവിടെ ഉപയോഗിക്കാതെ വരുന്ന വളരെയധികം സാധനങ്ങൾ, ടാബ്ലറ്റ്സ്, ഗുളികകൾ, കഴിക്കുന്ന മരുന്നിൻ്റെ ബാക്കി മരുന്നുകൾ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു പോയ മരുന്നുകൾ, അതുപോലെ തന്നെ ടാബ്ലറ്റ്സ്, ഇങ്ങനെ ലക്ഷക്കണക്കിന് ടാബ്ലറ്റ്സ് ഉണ്ടാവും ഡേറ്റ് കഴിഞ്ഞത്, അത് ഉപയോഗിക്കാൻ കൊള്ളൂല. അങ്ങനെയുള്ള ഭാഗങ്ങൾ അതെല്ലാം ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റുകളാണ്. അതും ഈ കരമാലിന്യങ്ങൾ മൂവ് ചെയ്യുന്നതിനൊപ്പം തന്നെ അതും കൊണ്ടുപോയി ഈ വേസ്റ്റ് അതും നശിപ്പിക്കണം. അപ്പൊ ഈ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ ഈ 4 ഗണത്തിൽ വരുന്നത്, അത് തിരുവനന്തപുരത്ത് ചില കോൺട്രാക്ട് വ്യവസ്ഥയിലാണ് പലർക്കും ഇത് കൊടുക്കുന്നത്. വലിയ ഹോസ്പിറ്റലിലും വലിയവർക്കാണെങ്കിൽ ഇത് കോൺട്രാക്ട് വ്യവസ്ഥ എടുക്കുന്നവർ അതിന് പ്രത്യേക വെഹിക്കിൾ വേണം ഈ സാധനം കൊണ്ടുപോകാൻ. വഴിയിലെങ്ങും അത് താഴെ വീഴാൻ പാടില്ല, മനുഷ്യർക്ക് അത് ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല. കൺസീൽഡായ ചില പ്രത്യേക വാഹനത്തിലാണ് ഇത് കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോയിട്ടാണ് ഇത് കരമാലിന്യങ്ങൾ, നമ്മൾ ഇതുപോലെയുള്ള ബയോമെഡിക്കൽ മാലിന്യങ്ങൾ കരമാലിന്യങ്ങൾ പോലെ തന്നെ നശിപ്പിക്കുന്നതും അത് ഡിസ്ട്രോയ് ചെയ്ത് കളയുന്നതും അങ്ങനെയാണ്. അങ്ങനെയുള്ള ടണ്ണ് കണക്കിന് ആയിട്ടുള്ള ഈ ബയോമെഡിക്കൽ മാലിന്യം അത് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ നിന്നുള്ളത് ആരോ കോൺട്രാക്ട് എടുത്തവര് അത് തിരുനെൽവേലിക്ക് അപ്പുറം 28 കിലോമീറ്റർ കഴിഞ്ഞ് നടുകല്ലൂർ, പരപ്പനല്ലൂർ, കൊണ്ടാനഗരം എന്നീ 3 ഗ്രാമങ്ങളിൽ കൊണ്ട് നിക്ഷേപിക്കുകയാണ്. അതിന് ആണ് ഇപ്പം പിടിവീണിരിക്കുന്നത്. ഇതിനകത്ത് തീർച്ചയായിട്ടും ഉത്തരവാദികളുള്ളവർക്ക് പെനാൽറ്റി ഉണ്ടാവും, വലിയ രീതിയിലുള്ള പെനാൽറ്റി ഉണ്ടാവും. അത് തന്നെയല്ല, ആ ഗ്രാമത്തിൽ എവിടെ കൊണ്ടുപോയി നശിപ്പിച്ചോ അവിടെയുള്ള അതിൻ്റെ എർത്തിൻ്റെ അതേ രൂപഭേദം വന്നിട്ടുണ്ടെങ്കിൽ പഴയ പോലെ തന്നെ ആക്കി കൊടുക്കുകയും വേണം. ഈ സാധനങ്ങൾ അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് പോവുകയും ചെയ്യണം. അങ്ങനെ അൺഓതറൈസ്ഡായി ഇതുപോലെ കരമാലിന്യം അവിടെ കൊണ്ട് നിക്ഷേപിച്ചവർക്ക് വലിയ രീതിയിലുള്ള പെനാൽറ്റി അടിക്കും. അത് ഗ്രീൻ ട്രിബ്യൂണൽ തന്നെയായിരിക്കും ചെയ്യുന്നത്. അത് അവിടുത്തെ കളക്ടർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കളക്ടർ എന്ത് ചെയ്തു, ഈ കരമാലിന്യം എത്ര ടൺ അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ കോടതിയിൽ ഇനിയിപ്പം കൊടുക്കേണ്ടി വരും. അപ്പൊ ഇത് ശിക്ഷ ഭയന്ന് നമ്മുടെ ഇവിടുന്ന് അത് ആ സ്ഥലം ഹരിത ട്രിബ്യൂണൽ മദ്രാസിലെ ഈ വിധിക്ക് ശേഷം ഈ സ്ഥലങ്ങളിലെ ഇവിടുന്ന് ചില ഓഫീസേഴ്സ് പോയി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഹെൽത്തിന്റെ ഹെഡ് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ വേസ്റ്റ് മാനേജ്മെന്റ് നടത്തിയവര് എവിടുന്ന് കളക്ട് ചെയ്തോ അവരുടെ വിവരങ്ങൾ പാസ് ഓൺ ചെയ്യണം. അവിടെ കൊണ്ടുപോയി വേസ്റ്റ് ഇട്ടവരുടെ വാഹനത്തിന്റെ നമ്പർ വെച്ചിട്ട് അത് തിരുവനന്തപുരത്തു നിന്നും അത് കൊല്ലം ജില്ലയിൽ നിന്നും വന്നതാണ് ഡിസ്പോസ് ചെയ്യാന്ന് കൃത്യമായിട്ട് അവിടെ വന്നിട്ടുണ്ട്. മലിനീകരണ ബോർഡ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഹെൽത്ത് ഓഫീസറും ആ സ്പോട്ട് പോയി കണ്ടു പരിശോധിച്ചു. അവരത് അവിടുത്തെ കളക്ടറെ കണ്ടു. കളക്ടറെ അടുത്ത് ഇവിടുത്തെ ഈ പരിശോധനയ്ക്ക് പോയ ഈ
മലിനീകരണ ബോർഡിലെ ഉദ്യോഗസ്ഥരും ഇവിടുത്തെ കോർപ്പറേഷൻ ഹെൽത്ത് ഓഫീസറും ഇവിടെ നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെ ഇരിക്കുന്ന രാഷ്ട്രീയ മേധാവികൾ പറയുന്ന ചില വാചകങ്ങളൊക്കെ അവിടെ പോയി പറഞ്ഞെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ പറഞ്ഞപ്പം വളരെ വൈസായിട്ടൊരു ചോദ്യം ഇങ്ങോട്ട് എറിഞ്ഞു കൊടുത്തു. അവിടുത്തെ കളക്ടർ ഇങ്ങോട്ട് ഇവിടുന്ന് പോയ ആ മഹാന്മാരുടെ മുമ്പിലോട്ട് എറിഞ്ഞത്, നിങ്ങൾ എന്തിനാണ് ഇത്രയും കരമാലിന്യങ്ങൾ അല്ലെങ്കിൽ ഈ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ ഇത്രയും ദൂരത്തുനിന്ന് ഇവിടെ കൊണ്ടുവന്ന് ഡിസ്പോസ് ചെയ്ത് അല്ലെങ്കിൽ ഇവിടെ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്തത്? അന്നേരം ഇവർ പറഞ്ഞു, ഇവിടുന്ന് പോയ ആ ഹെൽത്ത് ഓഫീസറും അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെന്റ് അവർ പറഞ്ഞു, ഇത് വലിയ ഹാംഫുൾ ആയ സാധനങ്ങളല്ല ഞങ്ങൾ ഇങ്ങോട്ട് കൊടുത്തയച്ച് ഇവിടെ ഡിസ്പോസ് ചെയ്ത്. ഇത് ഈ ബയോമെഡിക്കല് വലിയ ദൂഷ്യം ചെയ്യുന്നതല്ല. അതിനൊരു ചോദ്യം ഇങ്ങോട്ട് എറിഞ്ഞു കൊടുത്ത ആ കളക്ടർ, ഇത്ര ഹരമില്ലാത്ത അല്ലെങ്കിൽ ഇത്ര ദൂഷ്യം ചെയ്യാത്ത ഈ മാലിന്യങ്ങളെ, ഈ മെഡിക്കൽ മാലിന്യങ്ങളെ 170 കിലോമീറ്റർ അകലെ കൊണ്ടുപോയി കളയേണ്ട ഒരു ആവശ്യം, ഇത്രയും പൈസ ചിലവാക്കി എന്തിനാ കൊണ്ടുക്കളി, നിങ്ങൾക്കത് അവിടെ ഡിസ്പോസ് ചെയ്യാമല്ലോ എന്നൊരു ചോദ്യം എറിഞ്ഞു. ഉത്തരം മുട്ടി ഇവർ മടങ്ങി. എന്തൊരു ബ്ലണ്ടറാണ് അങ്ങോട്ട് പറഞ്ഞത്. ഇതിന് വലിയ ദൂഷ്യമൊന്നും അവിടുത്തെ ആൾക്കാർക്കൊന്നും ചെയ്യില്ല. അത് നമ്മളിവിടുത്തെ രാഷ്ട്രീയക്കാരുടെ ഒരു വാചകങ്ങളാണ്. ഏതും ലഘൂകരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ കളക്ടർ മുമ്പിൽ പറഞ്ഞപ്പം, അങ്ങനെയാണെങ്കിൽ അവിടെ തീർക്കാമല്ലോ, വലിയ ദൂഷ്യമൊന്നും ചെയ്യാത്ത ഈ മെഡിക്കൽ മാലിന്യങ്ങൾ അവിടെ തന്നെ നിങ്ങൾക്ക് ഡിസ്പോസ് ചെയ്യാമായിരുന്നല്ലോ, എന്തുകൊണ്ട് ചെയ്തില്ല? 170 കിലോമീറ്റർ അകലെ ആ തിരുനെൽവേലിയിൽ അവിടുന്ന് 28 കിലോമീറ്റർ അകലെ ആ ഗ്രാമത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച എന്തിനുള്ള ചോദ്യത്തിന് ഉത്തരവില്ലാതെ ഇതുങ്ങൾ മടക്കി. 5 എഫ്ഐആറുകൾ അവിടെ എടുത്തിട്ടുണ്ട്. കേരളത്തിൽ ഇത് കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്തരും ഈ മാലിന്യം ഇവിടെ ആരാണ് അത് ഡിസ്പോസ് ചെയ്യേണ്ടത്, ഏത് ഓഫീസർമാരാണ് അവരും പ്രതിയാകുന്ന രീതിയിൽ കാര്യങ്ങൾ നീങ്ങുകയാണ്. 5 എഫ്ഐആർ ഉണ്ട്. അത് കോടതി അവർ ട്രയൽ ഫേസ് ചെയ്യേണ്ടി വരും. രണ്ടാമത് ഗ്രീൻ ട്രിബ്യൂണലിന്റെ പെനാൽറ്റി വരുന്നുണ്ട്. അത് കളക്ടർ റിപ്പോർട്ടിന് ശേഷം ഹെവി പെനാൽറ്റി അടിക്കും. കാരണം ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഓരോരോ ഹോസ്പിറ്റലിലുള്ള വേസ്റ്റുകൾ, മെഡിക്കൽ കോളേജിലായാലും ശരി, താലൂക്ക് ആശുപത്രിയിലായാലും ശരി, പ്രൈവറ്റ് ഹോസ്പിറ്റലിലായാലും ശരി, അതിൻ്റെ ഈ വേസ്റ്റ്, ഈ ബയോമെഡിക്കൽ മാലിന്യം അത് ഉന്മൂലനം ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്, കൃത്യമായ നിയമങ്ങളുള്ള രാജ്യത്ത് അതനുസരിക്കാൻ ഈ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ്. അത് ചെയ്യാതെ വല്ലവരുടെ തലയിൽ എങ്ങനെയെങ്കിലും ഇത് പൊക്കോട്ടെന്ന് തലയിൽ കെട്ടിവെച്ച് പണം ലാഭിക്കാൻ വേണ്ടി കൊടുത്തയച്ചതാണ് ഇപ്പൊ ഈ പരിസ്ഥിതിയിൽ ഇത്ര ദൂരെ 170 കിലോമീറ്റർ അകലെ കിടക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വേലത്തരങ്ങളും കാണിക്കരുത്. അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള വേസ്റ്റുകൾ, പ്രത്യേകിച്ച് ബയോമെഡിക്കൽ ഇങ്ങനെയുള്ളത് നമ്മൾ തന്നെ ഉത്തരവാദിത്തത്തോടു കൂടി അത് മൂടണം, അത് നിർമ്മാർജ്ജനം ചെയ്യണം, അങ്ങനെയുള്ള നടപടി എടുക്കണം. ഇല്ലെങ്കിൽ വലിയ പെനാൾട്ടി ഇവർക്കെല്ലാം ഉണ്ടാവും. 5 എഫ്ഐആറിലെ പ്രതികളായി ഇവർ മാറും എന്നാണ് ഞാൻ കരുതുന്നത്.